ഈ ഒരു വീഡിയോയിൽ നമുക്ക് ലീനിയർ റിഗ്രഷൻ എന്ന് പറയുന്ന അൽഗോരിതത്തിൻ്റെ ഇൻഡ്യൂഷൻ എന്താണ്, അതിൻ്റെ ഇൻറ്റേർണൽ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു ഐഡിയ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. സോ നമ്മൾ മെയിനായിട്ടും അൽഗോരിതംസ് സ്റ്റഡി ചെയ്യുമ്പം നമുക്ക് മെയിനായിട്ടും പല ടൈപ്പ് ഓഫ് അൽഗോരിതംസ് ഉണ്ട്. ഒരു ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് സൂപ്പർവൈസ്ഡ് ലേണിംഗ് അൽഗോരിതം എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ക്ലാസ് ഓഫ് അൽഗോരിതംസ് ആണ്. അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയുന്ന വേറൊരു ടൈപ്പാണ്. ആൻഡ് റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ് വേറൊരു ടൈപ്പാണ്. സൂപ്പർവൈസ്ഡ് ലേണിങ്ങിൽ തന്നെ നമുക്ക് ക്ലാസിഫിക്കേഷൻ, റിഗ്രഷൻ എന്ന് പറയുന്ന രണ്ട് ടൈപ്പ് ഓഫ് വേരിയേഷൻസ് ഉണ്ട്. അൺസൂപ്പർവൈസ്ഡ് ലേണിങ്ങിലാണെങ്കിൽ അത് കൂടുതലും ഒരു ക്ലസ്റ്ററിങ് പോലത്തെ ടാസ്ക്കാണ്. സോ ഇത് എന്താണെന്നും ഇതിൻ്റെ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്താണെന്നും എല്ലാം നമ്മൾ മുന്നേ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ സൂപ്പർവൈസ്ഡ് ലേണിങ്ങിൽ തന്നെ റിഗ്രഷൻ ടൈപ്പിൽ വരുന്ന ഒരു അൽഗോരിതമാണ് ലീനിയർ റിഗ്രഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ ആ ഒരു ലീനിയർ റിഗ്രഷൻ്റെ വർക്കിംഗ് എന്താണെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇതൊരു റിഗ്രഷൻ ടാസ്ക്കാണ്. സോ റിഗ്രഷൻ ടാസ്കിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ക്ലാസിഫിക്കേഷൻ ടാസ്കിനെ അപേക്ഷിച്ച് റിഗ്രഷൻ ടാസ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് വേരിയബിൾ അല്ലെങ്കിൽ പ്രെഡിക്റ്റഡ് വേരിയബിൾ, ടാർഗറ്റ് വേരിയബിൾ, ഇങ്ങനെ എല്ലാ പേരിലും അറിയപ്പെടും. ഇതെന്ന് പറഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് റേഞ്ച് ഓഫ് വാല്യൂസ് ആയിരിക്കും. അതായത് ഒരു മിനിമം വാല്യൂവും ഒരു മാക്സിമം വാല്യൂത്തിൻ്റെ ഇടയിൽ വരാൻ ഏത് പോസിബിൾ വാല്യൂവും അതിൽ പോസിബിൾ ആയിട്ടുള്ള ഒരു സിനാരിയോ ആണ് റിഗ്രഷൻ ടാസ്കിലുള്ളത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ, നാളത്തെ എമൗണ്ട് ഓഫ് റെയിൻ ആണ് ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ എൻ്റെ ടാസ്ക് എന്ന് പറയുന്നത് ടു പ്രെഡിക്റ്റ് ദ എമൗണ്ട് ഓഫ് റെയിൻ. അപ്പോൾ നമുക്കറിയാം, റെയിൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 0 മില്ലിമീറ്റർ തൊട്ട് ഒരു ഹൈ റേഞ്ചിലോട്ട്, അതായത് ചെറിയ മഴയാണെങ്കിൽ 8 mm, 4 mm അങ്ങനെ തുടങ്ങി 12/20 മാക്സിമം ഒരു ക്ലൗഡ് ബസ്റ്റ് എന്നുള്ള രീതിയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 500 mm വരെ മാക്സിമം പോസിബിളാണ്. ബട്ട് അതൊരു റെയർ കണ്ടീഷനാണ് 500 mm ഒക്കെ വരുന്നത്. ബട്ട് സ്റ്റിൽ ഈ ഒരു കണ്ടിന്യൂസ് റേഞ്ചിൽ എവിടെ വേണമെങ്കിലും നമുക്കിതിൻ്റെ പ്രഡിക്ഷൻ വാല്യൂ വരാം. അതായത് നമ്മൾ ഒരു ദിവസത്തെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിലെവിടെ വേണമെങ്കിലും പറയാം. നേരെ മറിച്ച് ക്ലാസിഫിക്കേഷൻ ടാസ്ക് ആണെങ്കിൽ, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ റെയിൻ വരുമോ ഇല്ലയോ, യെസ് ഓർ നോ, ഇങ്ങനെ ഒരു കണ്ടീഷനിലായിരിക്കും പറയുന്നത്. സോ 0 mm വരുന്നതെല്ലാം നോ റെയിൻ എന്നുള്ള കണ്ടീഷനും അതിന് മേളിലോട്ടുള്ളതെല്ലാം റെയിൻ ഉണ്ട് എന്നുള്ള കണ്ടീഷനും ആയിരിക്കും. സോ അത് ക്ലാസിഫിക്കേഷൻ ടാസ്ക്കാണ്. അതെല്ലാം നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന റിഗ്രഷൻ ടാസ്ക്കാണ്. സോ ഇങ്ങനെ വരുന്ന കേസുകളിൽ നമുക്ക് ഇൻപുട്ടായിട്ട് പല ഫീച്ചേഴ്സും ഉണ്ടാവും. അതായത് ആ ദിവസത്തെ ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, വേറെ എന്തെങ്കിലുമൊക്കെ അറ്റ്മോസ്ഫറിക് അല്ലാത്ത പാരാമീറ്റേഴ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരാം. നമ്മുടെ ടാർഗറ്റ് കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൻ ഇൻ മില്ലിമീറ്റർ. സോ ഇങ്ങനെയൊരു ഡേറ്റയെ വെച്ചിട്ടായിരിക്കും നമ്മൾ ആദ്യമേ തന്നെ ഇതിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഈ ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, അതായത് റെയിൻ മില്ലിമീറ്റർ എന്ന് പറയുന്ന ഈ കോളം ആണ് നമ്മുടെ ടാർഗറ്റ് കോളം എന്ന് പറയുന്നത്. ഇതൊഴിച്ച് ബാക്കിയെല്ലാം നമ്മുടെ ഫീച്ചേഴ്സ് എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ പറയുന്നത്. സോ റിഗ്രഷൻ ടാസ്കിൽ പൊതുവേ നമുക്ക് ഫീച്ചേഴ്സ് എന്ന് പറയുമ്പം ഒന്നിലധികമോ ഫീച്ചേഴ്സ് ഉണ്ടാവാം. ടാർഗറ്റ് കോളം ഒരു സിംഗിൾ കോളം ആയിരിക്കും ഉണ്ടാവുന്നത്. ഓക്കെ, സോ നമുക്ക് ഇതിൻ്റെ ഇൻറ്റേർണൽ വർക്കിംഗ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഒരു സിംഗിൾ ഫീച്ചർ ഇൻപുട്ടും സിംഗിൾ ടാർഗറ്റ് കോളവും വരുന്ന എക്സാമ്പിൾ എടുക്കാം. സോ എല്ലാ കേസിലും റിഗ്രഷൻ ടാസ്കിൽ ടാർഗറ്റ് കോളം എപ്പോഴും സിംഗിൾ കോളം തന്നെയായിരിക്കും. ബട്ട് നമ്പർ ഓഫ് ഫീച്ചേഴ്സ് വേരി ചെയ്യാം എന്നാണ് പറയുന്നത്. സോ ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു എക്സാമ്പിൾ, ഒരു കുക്ക്ഡ് അപ്പ് എക്സാമ്പിൾ എടുക്കുവാണ്. സോ നമുക്ക് വൈ ആക്സിസിൽ സ്റ്റുഡൻസിൻ്റെ മാർക്കാണെന്ന് വിചാരിക്കുക. എക്സ് ആക്സിസിൽ എത്ര മണിക്കൂർ അവർ സ്റ്റഡീസിന് സ്പെൻഡ് ചെയ്തു ഒരു സെമ്മിൽ എന്നുള്ള രീതിയിലാണെങ്കിൽ നമ്മളതിൻ്റെ ഡേറ്റ നോക്കുമ്പോൾ നമുക്കൊരു അപ്വേർഡ് ട്രെൻഡ്, ഇതുപോലൊരു ട്രെൻഡാണ് കാണുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, സോ നമുക്ക് ബൈ ലോജിക്കലി ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, കൂടുതൽ അവേഴ്സ് സ്പെൻഡ് ചെയ്താൽ മാർക്ക് കൂടുതൽ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ നോട്ട് നെസസറിലി എല്ലാവർക്കും അങ്ങനെ സംഭവിക്കണമെന്നില്ല. വൺ ഓഫ് ദ പാരാമീറ്റർ മാത്രമാണ് മാർക്കിനെ അഫക്റ്റ് ചെയ്യുന്ന പാരാമീറ്റർ മാത്രമാണ് അവേഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതുമായിട്ട് കോറിലേറ്റ് ചെയ്ത് വരുന്ന ഒരു പാരാമീറ്റർ മാത്രമാണ് നമ്പർ ഓഫ് സ്റ്റഡി അവേഴ്സ് എന്ന് പറയുന്നത്. ബട്ട് ജനറലി ഈ ഗ്രാഫിൽ നോക്കിയാൽ നമുക്കൊരു അപ്വേർഡ് ട്രെൻഡ് കാണാൻ സാധിക്കും. കൂടുതൽ സമയം പഠിക്കുന്ന സ്റ്റുഡൻസിന് ഇൻ ജനറൽ കൂടുതൽ മാർക്ക് കിട്ടുന്നു എന്നുള്ള രീതിയിലാണ് വരുന്നത്. സോ നമ്മുടെ റിഗ്രഷൻ ടാസ്ക് അല്ലെങ്കിൽ റിഗ്രഷൻ മോഡൽ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ മോഡലിന് വേണ്ടുന്നത്, അതായത് ഞാനിപ്പോൾ എക്സ് എമൗണ്ട് ഓഫ് ടൈം പഠിച്ചു, ഇത് 10 hours സ്പെൻഡ് ചെയ്തു അല്ലെങ്കിൽ 15 hours സ്പെൻഡ് ചെയ്തു, അങ്ങനെയാണെങ്കിൽ എനിക്ക് എത്ര മാർക്ക് കിട്ടും എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത്, പ്രെഡിക്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ,
സോ എൻ്റെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എത്ര അവർ ഞാൻ സ്പെൻഡ് ചെയ്തു എന്നായിരിക്കും. എൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, മോഡലിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എത്ര മാർക്കായിരിക്കും എനിക്ക് കിട്ടുന്നതെന്നുള്ളത്. സോ ഈ ഒരു കേസിൽ ലീനിയർ റിഗ്രഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഡേറ്റയുടെ മൊത്തം ട്രെൻഡിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇത് ഐഡൻറ്റിഫൈ ചെയ്യും. ഇപ്പോൾ നമുക്കൊരു ഹ്യൂമനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെ മൊത്തം റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ എല്ലാ ഡേറ്റാ പോയിൻറ്റ്സിനെയും കണക്ട് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു സെൻട്രൽ ലൈൻ ആയിരിക്കും നമ്മളിവിടെ വരയ്ക്കുന്നത്. ഓക്കെ, സോ ഇങ്ങനൊരു ലൈൻ നമുക്ക് ഓൾറെഡി ഉണ്ട് എന്ന് നമുക്ക് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ, എനിക്ക് ശരിക്കും പറഞ്ഞാൽ ലൈൻസിൻ്റെ ഇക്വേഷൻസ് യൂസ് ചെയ്ത് എനിക്കിതിനെ റെപ്രസെൻറ്റ് ചെയ്യാം. അതായത് ലൈനിൻ്റെ ഇക്വേഷൻ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. y = mx + c എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിൽ m എന്ന് പറയുന്നത് ഈ ലൈനിൻ്റെ സ്ലോപ്പും y എന്ന് പറയുന്നത് ഈ y ആക്സിസിൽ എവിടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നു എന്നുള്ളതുമാണ് സൂചിപ്പിക്കുന്നത്. സോ ഇതുപോലൊരു ലൈൻ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആ പർട്ടിക്കുലർ ലൈനിൻ്റെ m വാല്യൂവും c വാല്യൂവും അവൈലബിൾ ആണ്. അതാണ് എൻ്റെ ലേൺഡ് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു പുതിയ ഇൻപുട്ട് ഇത്ര അവർ ഞാൻ സ്റ്റഡി ചെയ്താൽ എത്ര ആയിരിക്കും എൻ്റെ മാർക്ക് എന്ന് എനിക്ക് അറിയണം എന്നുണ്ടെങ്കിൽ, എനിക്ക് ഈ എക്സ് വാല്യൂവിൽ ആ അവേഴ്സ് ഇട്ട് കൊടുത്താൽ മതിയാവും. എമ്മും സിയും ഓൾറെഡി എനിക്ക് അറിയാമെന്നുള്ളത് കൊണ്ട് ഈ ഒരു ഇക്വേഷൻ ഈ ഒരു ഓൾജിബ്രായിക് എക്സ്പ്രഷൻ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു y വാല്യൂ കിട്ടും. അതായിരിക്കും എൻ്റെ അവേഴ്സ് ഓഫ് എൻ്റെ മാർക്ക്, എക്സ്പെക്റ്റഡ് മാർക്ക് എന്ന് പറയുന്നത്, ആ പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് സ്റ്റഡി അവേഴ്സിന്. ഇപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ അവേഴ്സ് ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര മാർക്ക് കിട്ടും എന്നുള്ളത് എനിക്ക് ഇതിൻ്റെ XY കോർഡിനേറ്റ്സ് തമ്മിൽ മാച്ച് ചെയ്ത് നോക്കിയാൽ ഈ ഒരു പർട്ടിക്കുലർ ആയിരിക്കും എൻ്റെ ആൻസർ എന്ന് പറയുന്നത്. സോ ഇവിടെ ഡെഫിനറ്റ്ലി നമ്മുടെ ഡേറ്റയുടെ എക്സാക്റ്റ് ആയിട്ടുള്ള വാല്യൂ അല്ല നമ്മുടെ മോഡൽ പറയുന്നത്. പക്ഷേ സ്റ്റിൽ ഒരു ചെറിയ മാർജിൻ ഓഫ് എറർ അവിടെ എന്തായാലും ഉണ്ടാവും. ബട്ട് സ്റ്റിൽ ഒരു അപ്രോക്സിമേറ്റ് ആൻസർ അതിന് തരാൻ പറ്റുന്നുണ്ട്. സോ ജനറലി മെഷീൻ ലേണിംഗ് അല്ലെങ്കിൽ ഡാറ്റാ സയൻസ് എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഓരോ അൽഗോരിതവും ഇതുപോലെ ഓരോ സ്മാർട്ട് ടെക്നിക്കാണ്. ലീനിയർ റിഗ്രഷൻ്റെ കാര്യത്തിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഇതുപോലൊരു ബെസ്റ്റ് ഫിറ്റിംഗ് ലൈനാണ്. ആ ഒരു ഡേറ്റയുടെ ട്രെൻഡിനെ അല്ലെങ്കിൽ പാറ്റേണിനെ മാച്ച് ചെയ്യുന്ന ഒരു ബെസ്റ്റ് ഫിറ്റിംഗ് ലൈൻ ആണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. സോ ഇത് എങ്ങനെയാണ് ഈ ബെസ്റ്റ് ഫിറ്റിംഗ് ലൈൻ അൽഗോരിതമിക്കലി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? ഇപ്പോൾ ഒരു ഹ്യൂമനോട് ചോദിച്ചപ്പോൾ ഓക്കെ ഈ ലൈനിൻ്റെ ട്രെൻഡിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ലൈൻ ഇങ്ങനെയാണെന്ന് നമ്മൾ പറയുകയാണ് ചെയ്തത്. അത് നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചാണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ ഇതൊരു അൽഗോരിതത്തെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കണം, ഈ ബെസ്റ്റ് ഫിറ്റിംഗ് ലൈൻ ഐഡൻറ്റിഫൈ ചെയ്യണം. അതാണ് അതിൻ്റെ ഇൻറ്റേർണൽ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത് വരുന്നത്. അത് നമുക്ക് നോക്കാം. ബട്ട് അതിന് മുന്നേ നമുക്ക് ഈ ഒരു ഫീച്ചറിന് പകരം 2 ഫീച്ചേഴ്സ് വരുന്ന സിനാരിയോസിൽ എങ്ങനെയാണെന്ന് നോക്കാം. സോ അങ്ങനെയുള്ള കേസിൽ നമ്മുടെ ഔട്ട്പുട്ട് വേരിയബിൾ ഒരു സിംഗിൾ വേരിയബിൾ ആയിരിക്കും. പക്ഷേ നമുക്ക് 2 ഇൻപുട്ട് ഫീച്ചേഴ്സ് ഉണ്ടാവും. സോ ഒന്ന് എത്ര അവേഴ്സ് സ്പെൻഡ് ചെയ്തു എന്നുള്ളതും മേ ബി രണ്ടാമത്തത് എത്ര ദിവസം പ്രസൻ്റ് ആയിരുന്നു എന്നുള്ളത് കൊടുക്കാം. y ആക്സിസിൽ നമ്മുടെ മാർക്കും. സോ ഇങ്ങനെയൊരു ഡേറ്റയാണ് എന്നുണ്ടെങ്കിലും നമുക്ക് ആ ഡേറ്റ നോക്കുമ്പോൾ അറിയാൻ സാധിക്കും. ശരിക്കും അതൊരു 2D പ്ലെയിനിൽ, ഒരു 3D പ്ലെയിനിൽ കിടക്കുന്ന കുറേ ക്ലസ്റ്റർ ഓഫ് പോയിൻറ്റ്സ് ആയിരിക്കും. സോ അവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ ഡേറ്റാ പോയിൻറ്റ്സ് ഒരു അപ്വേർഡ് ട്രെൻഡ് ഉണ്ടാവും. അതായത് കൂടുതൽ അറ്റൻഡൻസ് ഉള്ള ആളുകൾക്കും കൂടുതൽ അവേഴ്സ് സ്റ്റഡി ചെയ്ത ആളുകൾക്കും കൂടുതൽ മാർക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. സോ അങ്ങനെ ഒരു പാറ്റേണാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ബട്ട് എക്സാക്ട്ലി ഒരു ക്ലിയർ കട്ട് ആയിട്ടായിരിക്കണം എന്നില്ല. ബട്ട് ജനറലി ഒരു അപ്വേർഡ് ട്രെൻഡ് ഉണ്ടാവും. പക്ഷേ ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ 2 ഫീച്ചേഴ്സ് വരുമ്പോൾ ലീനിയർ റിഗ്രഷൻ എന്താണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ 3D സ്പേസിൽ കിടക്കുന്ന പോയിൻറ്റ്സിനെ മൊത്തത്തിൽ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു പ്ലെയിൻ ആണ്, ഒരു 2D പ്ലെയിനാണ് അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. സോ ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് മോഡിഫൈഡ് ആവും. ഒരു ഫീച്ചറിന് പകരം 2 ഫീച്ചേഴ്സ് വന്നപ്പോൾ ഇതൊരു 2D പ്ലെയിൻ എന്നുള്ള രീതിയിലായിരിക്കും ഇത് വരുന്നത്. ദെൻ പിന്നെയും ഫീച്ചേഴ്സിൻ്റെ എണ്ണം കൂടുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്നത് ഹൈപ്പർ പ്ലെയിൻ. സോ ഇവിടെ ഇത് 2D പ്ലെയിൻ ആയിരുന്നു. ആദ്യത്തെ കേസിൽ അതൊരു ബെസ്റ്റ് ഫിറ്റിംഗ് ലൈനായിരുന്നു. 3 ഫീച്ചേഴ്സ് ഓർ എബോ വന്നു കഴിഞ്ഞാൽ അത് പറയപ്പെടുന്നത് ഹൈപ്പർ പ്ലെയിൻ എന്ന് പറയുന്ന ഒരു പേരിലാണ് അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അല്ലെങ്കിൽ അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ ജനറൽ ഇക്വേഷൻ ഓഫ് ലൈൻ എന്ന് പറഞ്ഞാൽ ഇതൊരു നമ്മൾ ചെറിയ ഈസിനെസ്സിന് വേണ്ടി ചെയ്തെടുത്ത ഒരു ഇക്വേഷനാണ് ആക്ച്വലി y = mx + c. പക്ഷേ അത് എത്ര ഡയമെൻഷനിൽ വേണമെങ്കിലും, അതായത് പ്ലെയിൻ, ഹൈപ്പർ പ്ലെയിൻ എന്ന് പറഞ്ഞ് ഏത് ഡയമെൻഷനിൽ വേണമെങ്കിലും നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് എഴുതണം എന്നുണ്ടെങ്കിൽ നമുക്കതിന് ജനറൽ ഇക്വേഷൻ ഓഫ് ലൈൻ ഉണ്ട്. അതായത് ഇതിൻ്റെ തന്നെ ഒരു ഓൾട്ടർനേറ്റ് ഫോമാണ് ജനറൽ ഇക്വേഷൻ ലൈൻ ഓർ പ്ലെയിൻ ഓർ ഹൈപ്പർ പ്ലെയിൻ എന്ന് പറഞ്ഞാലും കറക്റ്റ് തന്നെയാണ്.
സോ ആ ഒരു ഇക്വേഷൻ വെച്ചിട്ടായിരിക്കും ഇൻറ്റേർണലി അൽഗോരിതം വർക്ക് ചെയ്യുന്നത്. സോ നമ്മുടെ ഇൻപുട്ട് ഫീച്ചേഴ്സിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ച് അതിന് എത്ര കോയിഫിഷ്യൻസ് വരണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് ഇൻറ്റേർണലി എടുത്തുകൊള്ളും. ഓക്കെ, സോ ജനറൽ ഐഡിയ ഇങ്ങനെയാണ്. നമ്മുടെ ഡേറ്റയുടെ ട്രെൻഡിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ലൈൻ അല്ലെങ്കിൽ ഒരു 2D പ്ലെയിൻ അല്ലെങ്കിൽ ഒരു ഹൈപ്പർ പ്ലെയിൻ ആയിരിക്കും ലീനിയർ റിഗ്രഷൻ അൽഗോരിതം ഇൻറ്റേർണലി ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. സോ ദാറ്റ് ആ ഒരു പ്ലെയിനിൻ്റെ അല്ലെങ്കിൽ ഹൈപ്പർ പ്ലെയിനിൻ്റെ അല്ലെങ്കിൽ ലൈനിൻ്റെ കോഎഫിഷ്യൻ വാല്യൂസ്, ഇപ്പോൾ ഈ ഒരു കേസിലാണെങ്കിൽ എമ്മും സിയും മാത്രമേ ഉണ്ടാവുള്ളൂ. ബട്ട് ഡയമെൻഷൻ കൂടുന്നതനുസരിച്ച് കൂടുതൽ കോഎഫിഷ്യൻസ് വരും. ബെസ്റ്റ് പോസിബിൾ കോഎഫിഷ്യൻ വാല്യൂസ് ആയിരിക്കും അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, ഈ ട്രെൻഡിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന. അത്രയും കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പുതിയ സെറ്റ് ഓഫ് ഇൻപുട്ട് വന്നു കഴിയുമ്പോൾ എന്തായിരിക്കും ഔട്ട്പുട്ട് എന്നുള്ളത് ആ ഒരു സിമ്പിൾ ഓൾജിബ്രായിക് ഇക്വേഷൻ വെച്ച് തന്നെ അതിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ഇനി എങ്ങനെയാണ് കോഎഫിഷ്യൻ വാല്യൂസ്, ഇത് ബെസ്റ്റ് റെപ്രസെൻറ്റിങ് കോഎഫിഷ്യൻസ് വാല്യൂസ് ഇത് ഐഡൻറ്റിഫൈ എന്നുള്ളത് നമുക്ക് വേറൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ബട്ട് ഈ ഒരു ഇതിൻ്റെ വർക്കിംഗ് ഇൻസൈറ്റ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ലീനിയർ റിഗ്രഷൻ്റെ.